ഭഗവത്ഗീത യഥാരൂപം 2-ാമത്തെ അധ്യായത്തിൽ 64-ാമത്തെ ശ്ലോകമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥത, അതുപോലെ നമ്മുടെ ഒരുപാട് ഉത്കണ്ഠകൾ, അസംതൃപ്തി, ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നും അതിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗ്ഗം എന്താണ് എന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്ലോകം നോക്കാം. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനേന്ദ്രിയൈശ്ചരൻ ആത്മവശ്യവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. വാഗതം വിധേയാത്മാ നിയന്ത്രിതമായി സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവൻ. തു ആകട്ടെ. രാഗദ്വേഷവിമുക്തങ്ങളായി ആത്മവശ്യ വഴങ്ങുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ചരൻ അനുഭവിക്കുന്നവനായാലും പ്രസാദം ഈശ്വരകൃപയെ അധിഗച്ഛതി പ്രാപിക്കുന്നു. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കെ ജയ്. വിവർത്തനം: രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. ഭാവാർത്ഥം: ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. കൃഷ്ണാബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാബോധം ഉള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും. ഭക്തൻ്റെ താൽപ്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണന് ഇഷ്ടമില്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വയ്ക്കും. തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട്. വൈഷയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാബോധം. ഇവിടെ ഭഗവാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ ആ ഒരു ആസക്തിയും അതുപോലെ വെറുപ്പും ഇതൊക്കെ വിട്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് ഭഗവാന്റെ കൃപയും അതുപോലെ തന്നെ നമുക്ക് യഥാർത്ഥമായ ശാന്തിയും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ശാന്തി വേണോ, സന്തോഷം വേണോ? എല്ലാവരും പറയും വേണമെന്ന്. പക്ഷേ നമുക്കത് സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ അതിൻ്റെ ശരിക്കുള്ള കാരണം എന്താണ് എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്ന 2 ശക്തികളാണ് രാഗദ്വേഷം. അതായത് രാഗം, അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ, ദ്വേഷം അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, വെറുപ്പുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതം മുഴുവനായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന 2 ശക്തികളെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്നു? നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ നമ്മൾ അതിലേക്ക് പോകുന്നു, ഇഷ്ടമില്ലാത്തത് കണ്ടാലോ ആ ഒരു കാര്യം ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും തോന്നുന്നത് നമുക്ക് നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ് എന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ എന്താണ്? നമ്മൾ വളരെ ആ ഒരു ബന്ധതയിലാണ്, ഇന്ദ്രിയങ്ങളുടെ ആ ഒരു ബന്ധനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മനസ്സ് നമ്മൾ അതിനനുസരിച്ച് പറയുന്നത് പോലെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ശരിക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് എന്താണ്? അപ്പം അതാണ് നമ്മൾ സാധാരണ എന്താണ് കരുതുന്നത്? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്നു, എനിക്കിഷ്ടമുണ്ട്, ഇത് ഞാൻ ചെയ്യുന്നു, അതാണ് എനിക്ക് യഥാർത്ഥമുള്ള സ്വാതന്ത്ര്യം എന്ന് തോന്നുന്നത്. എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യണം, എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ളപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ ഫോൺ കുറേ നേരം നോക്കിയിരിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങുന്നു. അപ്പോൾ ശരിക്കും നമുക്കിതൊരു സ്വാതന്ത്ര്യമാണ്, നമ്മൾ ഭയങ്കര ഫ്രീഡത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ സത്യം എന്താണ്? ഇത് ഫ്രീഡം അല്ല. ഇതിനൊരിക്കലും നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയില്ല. ഇതൊരു ഡിപ്പെൻഡൻസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്കൊരു ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ ചോക്ലേറ്റ് കാണുമ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് കഴിക്കുന്നു. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ ആലോചിക്കുന്നതല്ല, അതായത് നമുക്ക് ആ കാര്യം ഇഷ്ടമാണ്, അപ്പോൾ നമ്മൾ ആ ഇഷ്ടം പോലെ അത് കഴിക്കുന്നു. അപ്പം അത് നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യമല്ല നമ്മുടെ ആ ഒരു ആസക്തിയുടെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു അടിമയായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ കാണുകയാണെന്ന് വയ്ക്കുക, അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ചിലവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, ആ ഭാഗത്തേക്കേ പോവില്ല. ചിലവരാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് റിയാക്ട് ചെയ്യും. അപ്പോൾ വീണ്ടും എന്താണ് ഇവിടെയും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? എന്താണ്? നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. നമുക്കിഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഒരു നമ്മുടെ രാഗദ്വേഷങ്ങളാണ് നമ്മുടെ ജീവിതം ഫുള്ള് ഒരു മനുഷ്യനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു കാര്യം ഇഷ്ടമുണ്ടെങ്കിലും നമുക്കത് ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയണം. കാരണം നമുക്ക് ഇഷ്ടമില്ലെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും നമുക്ക് അതെനിക്ക് ചെയ്യാൻ കഴിയണം. അപ്പം അതാണ് ആ ഒരു ശരിക്കുള്ള നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ എക്സസൈസ് ചെയ്യാൻ രാവിലെ ഒരുപാട് പേര് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ എക്സസൈസ് ചെയ്യാൻ എല്ലാ ദിവസവും ഇഷ്ടമായിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്, പക്ഷെ അത് നമ്മൾ ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് ആ ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ വേണ്ടാന്ന് നിൽക്കുന്നു. കാരണം നമുക്കറിയാം അത് പൊട്ടയാണ് എന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് നിൽക്കുന്നു. അപ്പം അതാണ് നമ്മുടെ ആ ഒരു ശരിക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫോണിലിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിലിങ്ങനെ നോക്കി എന്താണ് ഒരുപാട് സമയം പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഫോൺ ഇഷ്ടമാണ്, അപ്പോൾ അത് നോക്കിയിരുന്നാൽ എൻ്റെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം അതാണ് നമ്മളെ ശരിക്കുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിലും ഭഗവത്ഗീത നമ്മളോട് എന്താ പറയുന്നത്? നമുക്കൊരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് മെക്കാനിക്കലായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആത്മീയ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളാവരുത് നമ്മുടെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയും ഇത് ചെയ്യൂ. അപ്പോൾ നമ്മുടെ ബുദ്ധി പറയണം എന്താണിത് ശരിയാണോ തെറ്റാണോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ബുദ്ധി പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ മനസ്സ് ബുദ്ധിയെ നിയന്ത്രിക്കുമ്പോൾ എന്താ ഉണ്ടാവണത്? നമ്മളെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അങ്ങനെ ഒരാൾക്കെന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 6ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ബന്ധുരാത്മാത്മനസ്തസ്യ യേനേ തൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്യേ വർത്തേ താത്മൈവ ശത്രുവത്മ എന്ന് പറയുന്നത്. എന്താണ്? മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായിരിക്കും. അപ്പോൾ നമ്മുടെ മനോനിയന്ത്രണം, അതായത് നമ്മുടെ മനസ്സായിരിക്കരുത് ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ആ ബുദ്ധി വേണം മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ആ ഒരു കൃഷ്ണാബോധത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നതല്ല യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് എന്താണോ ശരി എന്താണോ തെറ്റ് എന്ന് മനസ്സിലാക്കി ശരിയായ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൃഗങ്ങൾ എന്താ ചെയ്യുന്നത്? അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ അവരത് അപ്പം തന്നെ ചെയ്യും. അപ്പം മനുഷ്യൻ എങ്ങനെ വേണം ചെയ്യാനായിട്ട്? നമ്മൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് നല്ലതാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളും മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും. കാരണം മൃഗങ്ങളെങ്ങനെയാണ്? അവരവരുടെ ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ യജമാനാവുകയാണ് വേണ്ട, അല്ലാണ്ട് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലാവരുത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ പിന്തുടരുന്നതല്ല നമ്മുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം, നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതാണ്.
അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കരുത്. എങ്ങനെ വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ശ്ലോകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിട്ട് ഓടല്ല, എന്താണ് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെ നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. അപ്പം അതാണ് പറയുന്നത് വിഷയാൻ ഇന്ദ്രിയശ്ചരൻ. അതായത് എന്താണ് അതിൻ്റെ മീനിങ്? അതായത് ഇന്ദ്രിയങ്ങൾ, വിഷയ ഇന്ദ്രിയ വസ്തുക്കൾ, ഇന്ദ്രിയങ്ങൾ ചരൻ, അതായത് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആ രീതിയാണ് നമ്മൾ ശരിയാക്കേണ്ടത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നമ്മളോട് ഒരിക്കലും പറയാനില്ല കണ്ണടക്കരുത്, അല്ലെങ്കിൽ ഒന്നും കേൾക്കരുത്, ഭക്ഷണം കഴിക്കരുത്. കാരണം അത് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എവിടെയാണ് നമ്മുടെ ശരിക്കുള്ള ആ ഒരു പ്രശ്നം എന്താണ്? നമ്മൾ ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ല. അപ്പം അതാണ് നമ്മുടെ ശരിക്കുള്ള പ്രശ്നം. നമ്മൾ ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് നാച്ചുറലായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അത് വിചാരിച്ച് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ? അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യണു, അത് വിചാരിച്ച് നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു 5-6 മണിക്കൂർ ഫോൺ യൂസ് കൊണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതാണ് ഇവിടെയും പറയുന്നത്. അടുത്ത ഒരു വാക്കാണ് ആത്മവശി, അതായത് ആത്മനിയന്ത്രണം. അപ്പോൾ നമ്മുടെ ആത്മനിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കണം എപ്പോഴും. സാധാരണ എന്താണ്? ഇന്ദ്രിയങ്ങൾ എന്തെങ്കിലും പറയുന്നു, നമ്മളത് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? അത് നമ്മൾ നേരെ റിവേഴ്സ് ആക്കണം. അതായത് ഇന്ദ്രിയങ്ങൾ നമ്മളോട് പറയാണ് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം, ഇത് ശരിയാണോ? ഇത് ഭഗവാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണോ? എന്നിട്ട് വേണം അത് ആലോചിച്ച് അതിൻ്റെ ഉത്തരം നമ്മൾ ആലോചിച്ചിട്ട് വേണം നമ്മൾ ആ കാര്യം ചെയ്യാനായിട്ട്. അപ്പം അതാണ് ആ ഒരു ആത്മവശി, നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട കാര്യമാണ് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനം എങ്ങനെയാണ്? നമ്മൾ തോന്നുന്നതൊക്കെ ചെയ്യുന്ന, ഒരു നിയന്ത്രണവും ഇല്ല, നമുക്കൊരു ചിന്തയില്ല. ഇന്ദ്രിയ നിയന്ത്രണം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നു, പക്ഷേ അതിന് പ്രത്യേക നിയന്ത്രണം ഉണ്ട്, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു കാറുണ്ട്, ഒരു കാറിന് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ കാറിനൊരു ബ്രേക്ക് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. അപ്പോൾ ബ്രേക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കാറ് സേഫായിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ കാറ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ബ്രേക്കാണ് അതിന് നിയന്ത്രണം. അപ്പോൾ ബ്രേക്ക് ഇല്ലെങ്കിൽ എന്താ? നമുക്ക് ഒരുപാട് അപകടങ്ങളുണ്ടാവും. ബ്രേക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് വളരെ സേഫായിട്ട് ആ കാറ് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് കണ്ണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ കാണുന്നതിന് പകരം ഉപയോഗപ്രദമായ രീതിയിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ കാണാനായിട്ടൊക്കെ വേണം നമ്മൾ കണ്ണുപയോഗിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ചെവി നമ്മൾ ആവശ്യമില്ലാതെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞിരിക്കാണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാനും ഭഗവാന്റെ ലീലകൾ കേൾക്കാനും ഭഗവാനെക്കുറിച്ച് കേൾക്കാനൊക്കെ വേണം നമ്മുടെ ചെവി ഉപയോഗിക്കാൻ. അതുപോലെ നാവ്, വെറുതെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ട് ഭഗവത് പ്രസാദം കഴിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ നമ്മുടെ നാവ് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാണ്ട് നമ്മൾ ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ വേണം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പതുക്കെ നിയന്ത്രണത്തിലായി തുടങ്ങും. അപ്പം ഒരു നിയന്ത്രണം ഇല്ലാത്തതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഫുള്ള് വളരെ അസ്വസ്ഥതയും അതുപോലെ നമുക്ക് ഒരിക്കലും ഒരു സംതൃപ്തിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ശ്ലോകം അവസാനിക്കുന്നത്. നോക്കിയാൽ പ്രസാദമതി ഗച്ഛതി എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ ഒരു ശാന്തി ലഭിക്കും നമുക്ക് അവസാനം. അപ്പോൾ ഭഗവാൻ നമ്മളോട് അതാണ് പറയുന്നത്, നമ്മൾ എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, നമ്മൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അല്ലാതെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രഭുപാദർ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു കൃഷ്ണാബോധമുള്ള വ്യക്തിയെക്കുറിച്ചാണ്. അതായത് ഒരു കൃഷ്ണാബോധമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ സാധാരണ ആൾക്കാർക്ക് തോന്നും കൃഷ്ണാബോധമുള്ള വ്യക്തി എന്താ കാണുന്നത്, പുറത്തുനിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ പോലെ തന്നെയാണ്. അത് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, ജോലികൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ കരുതും എന്താണ് കൃഷ്ണാബോധമുള്ള വ്യക്തിയും അല്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ എന്താ വ്യത്യാസം, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ
അത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സെയിം തന്നെയല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയല്ലേ, പിന്നെ എന്താണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അവരുടെ ഉള്ളിലെ ആ ഒരു കോൺഷ്യസ്, ആ ഒരു അവബോധം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് എപ്പോഴും? ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും എനിക്കെന്ത് വേണം, എനിക്കെന്ത് ചെയ്താലാണ് സന്തോഷം കിട്ടുക. അതായത് എപ്പോഴും എന്നെപ്പറ്റി അല്ലെങ്കിൽ എൻ്റെ കുടുംബം എപ്പോഴും നമ്മളെ സ്വയമാണ്, നമ്മുടെ സന്തോഷം എന്താണ്, നമുക്ക് സുഖം കിട്ടുന്നത് എന്താണ്, ഇത് മാത്രമാണ് നമുക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ജീവിതകാലം ഫുള്ള്. ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കുകയാണ്, എനിക്ക് ടേസ്റ്റുള്ള എന്ത് ഭക്ഷണം കഴിക്കും, ജോലി ചെയ്യുമ്പോൾ എനിക്ക് പൈസ വേണം, അപ്പം എല്ലാം എനിക്കെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കൃഷ്ണാബോധമുള്ളൊരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? ഒരു ഭക്തൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും എന്താണ്? ഭഗവാന് വേണ്ടി, ഭഗവാന്റെ ആ പ്രസാദമാണ് അവർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാന് വേണ്ടിയുള്ള സേവകളായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്, ഭഗവത് സേവനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോഴും അവർ ഭഗവാനെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് ജീവിതകാലം ഫുള്ള് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കൃഷ്ണാബോധമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭക്തൻ, ശുദ്ധ ഭക്തൻ എപ്പോഴും എന്താ ചെയ്യണത്? ഭഗവാനെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താം, ഭഗവാന് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാന് എന്താണോ വേണ്ടത് അതവർ ചെയ്യും. ഭഗവാന് ഇഷ്ടമല്ലേ, ഭഗവാന് വേണ്ടാത്തൊരു കാര്യമാണോ അവർ ചെയ്യില്ല. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ്, നമുക്കൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് വെച്ചാലും നമ്മൾ ചിന്തിക്കണം ഇത് ഭഗവാന് ഇഷ്ടമാണോ. അപ്പോൾ ഭഗവാന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. അപ്പം അതാണ് നമ്മുടെ ശരിക്കുള്ള ആ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായിട്ടുള്ള ബന്ധനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം സാധാരണ മനുഷ്യൻ എപ്പോഴും എന്താണ്, ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനല്ല ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനാണ്, ഭഗവാന്റെ സേവകൾക്ക് വേണ്ടിയാണ്, ഭഗവാന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭൗതികമായ ബന്ധനം ഒന്നുമില്ല. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നു, ഭക്തൻ എന്ത് ചെയ്യുന്നു? പ്രസാദം കഴിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ രണ്ടാളുകളാണ്. ഇപ്പോൾ ഒരാൾ ഫോൺ യൂസ് ചെയ്യുന്ന എന്തിനാ, ഗെയിം കളിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സമയം കളയാണ്. ഒരാൾ എന്താ ചെയ്യണത്? ഭഗവാനെ പറ്റി കേൾക്കുന്നു, ഫോണിലൂടെ ഭഗവാന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നു, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യണമെന്ന് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പം അതുകൊണ്ടാണ് ഒരു ഭക്തൻ ആ ഒരു അധപ്പതനത്തിലേക്ക് പോകാത്തത്. കാരണം അവരെപ്പോഴും അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറാണ്. അപ്പോൾ അവർ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്തയിലല്ല ചെയ്യുന്നത്, ഭഗവാന് വേണ്ടത് എന്താണ് എന്നുള്ളൊരു ചിന്തയിലാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ഭക്തൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് ആത്മീയ ജീവിതവും അതുപോലെ തന്നെ ഭൗതിക ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ഭക്തൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു അവബോധം തന്നെ വേറൊരു രീതിയിലാണ് അവർ ജീവിക്കുന്നത്, ഭഗവാന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭക്തന് ഒരിക്കലും ഒരു ആസക്തികളോ അല്ലെങ്കിൽ ബന്ധനങ്ങളോ ഒന്നുമില്ല. അപ്പം അതാണ് പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റല്ല, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്. ഒരു ഭക്തൻ എന്താ ചെയ്യണത്? ഈ ലോകം വിട്ടു പോകുന്നില്ല, ജോലി നിർത്തുന്നില്ല, ജീവിതം ഒഴിവാക്കുന്നില്ല. ഭക്തൻ ചെയ്യുന്നത് അവരുടെ ആ ഒരു ആസക്തി തന്നെ മാറ്റുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭൗതികമായിട്ടുള്ള ഒരാൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി എങ്ങനെയായിരിക്കും? എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എനിക്കിതിൽ നിന്ന് എന്ത് കിട്ടും, എനിക്കിതെങ്ങനെ ആസ്വദിക്കാം. അപ്പം അത് കാരണം അവർക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? അവർക്ക് ഒരുപാട് ബന്ധനങ്ങൾ അല്ലെങ്കിൽ ആസക്തികൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവുന്നു, അതുപോലെ ഒരുപാട് സമ്മർദ്ദം, അങ്ങനെ ഒരുപാട് ഉത്കണ്ഠകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ആത്മീയമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന ആളെങ്ങനെയാണ്? ഒരു കാര്യം കണ്ട് എങ്ങനെയാണ് ആലോചിക്കുക? ഇത് ഭഗവാന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഇത് എങ്ങനെ ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും ബന്ധനമില്ല. അവർക്ക് വളരെ ശാന്തിയായിരിക്കും, അവർക്ക് എപ്പോഴും ആ ഒരു സമാധാനം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. ഒരാൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് അവരുടേതായ, ഒരാൾ ജോലി ചെയ്യണമെങ്കിൽ അയാൾ പൈസയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു സ്റ്റാറ്റസിന് വേണ്ടിയിട്ടൊക്കെയാണ്. മറ്റൊരാളോ അവരുടെ സേവയായിട്ട് ഭഗവാന് വേണ്ടിയുള്ള സർവീസായിട്ട് ഓഫറിംഗ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് തന്നെ സെയിം കാര്യമാണ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആ ബോധം വേറെയാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൃഷ്ണാബോധത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാം? അപ്പോൾ നമുക്കിപ്പോൾ വിചാരിക്കും എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് ചിന്താഗതിയൊക്കെ കൺട്രോൾ ചെയ്ത് എല്ലാം ചെയ്യാമെന്ന് തോന്നും. പക്ഷേ ശരിക്കുള്ള കാര്യം എന്താ? നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ നാളെ തൊട്ട് ഈ കാര്യം ചെയ്യില്ല, ഞാൻ നാളെ തൊട്ട് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ്. നമ്മൾ വിചാരിക്കും കുറച്ച് ദിവസം നമ്മൾ ചെയ്യും, അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് സെയിം കാര്യം തന്നെ നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എഫേർട്ട് മാത്രം പോരൊരു കാര്യത്തിന്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കിട്ടില്ല. പിന്നെ എന്ത് വേണം? ഭഗവാന്റെ ആ കാരുണ്യം വേണം, ഭഗവാന്റെ ആ കരുണ വേണം. അതുകൊണ്ട് മാത്രമാണ് ഭഗവാനെ കിട്ടുള്ളൂ. അല്ലാണ്ട് ഭഗവാനെ കിട്ടാനായിട്ട് ഒരു വഴിയുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഭക്തൻ എന്ന് വെച്ചാൽ എന്താ? ഭക്തന് ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്താണ്? ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ആ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ നിയന്ത്രിച്ച് ആ ഭക്തന് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിയന്ത്രണത്തിന് ശരിക്കും നമുക്ക് ഭഗവാന്റെ ആ ഒരു കാരുണ്യം വേണം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കാരുണ്യം കിട്ടുക? നമുക്ക് ആദ്യം തന്നെ എന്ത് വേണം? ഭഗവാനോട് അത്രയും സിൻസിയാരിറ്റി വേണം. നമ്മൾക്ക് അത്രയും ഭഗവാനോടുള്ള സേവ ചെയ്യാനും ഭഗവാനിലേക്ക് എത്താനും നമ്മൾ അത്രയും ശ്രമിക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ഭഗവാനിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ദ്രിയങ്ങളും എല്ലാം എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ പതുക്കെ നമ്മുടെ ആ ഒരു ശുദ്ധീകരണം നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആസക്തികളൊക്കെ ഇല്ലാതാവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഭക്തന്മാരും എങ്ങനെയാണ്? ഭക്തന്മാർക്കും ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് അവർ അതിനൊക്കെ അതിജീവിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് ഭഗവാന്റെ കാരുണ്യം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യമായാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഭഗവാന് വേണ്ടി ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളെ അങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനായിട്ട് ഭഗവാൻ വേണ്ടതൊക്കെ ചെയ്യും. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ ആസക്തികളും അതുപോലെ തന്നെ ഈ ഭൗതികമായ ബന്ധനവും എല്ലാം തന്നെ പതുക്കെ മാറിത്തുടങ്ങും. അപ്പോൾ അതാണ് പ്രസാദമതി ഗച്ഛതി, അതാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്കെത്തും. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ആ ഒരു മനസ്സിൽ നമുക്ക് ശാന്തത അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തിയൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്താണ് പറയുക, എല്ലാവരും പറയുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക. പക്ഷേ എല്ലാവരും ഇഷ്ടമുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അവസാനം എന്താണ് കിട്ടുന്നത്? ആകെ ഒരു കൺഫ്യൂഷനും അതുപോലെ ഒരു അസംതൃപ്തിയും എപ്പോഴും ഒരു സ്ട്രെസ്സും അങ്ങനെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കാണ്ട് ഇങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് വിടുകയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലല്ലാണ്ടാവുമ്പോൾ എന്താണ് ഉണ്ടാവുക? മനസ്സും നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റാതാവുമ്പോൾ നമുക്ക് ഒരു അസന്തുഷ്ടമായൊരു ജീവിതമാണ് ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുൻപ് പറഞ്ഞ പോലെ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ഭഗവാനിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാമിത്ര മഹർഷിയുടെ കഥ. വിശ്വാമിത്ര മഹർഷി എങ്ങനെയാണെന്നു, അദ്ദേഹം സാധാരണ ഒരാളായിരുന്നില്ല. അദ്ദേഹം വലിയൊരു രാജാവായിരുന്നു. അത്രയും പ്രശസ്തിയും അത്രയും വലിയ പവറൊക്കെ ഉണ്ടാകുന്ന ആളാണ്. പക്ഷേ ഒരു ദിവസം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ ലോകത്തിലെ ഈ ഒരു എല്ലാ സന്തോഷവും എല്ലാം വെറും ഒരു ടെമ്പററിയാണ്, ഇതൊന്നും നിലനിൽക്കില്ല.
അപ്പോൾ എനിക്ക് ആത്മീയമായ ആ ജീവിതത്തിലേക്ക് എത്തണം, ആത്മീയത നേടണം എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം എന്താണ് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തപസ് എന്ന് പറയുന്നത് സാധാരണ ഒരു തപസ്സല്ല, ഭയങ്കര വളരെ കഠിനമായൊരു തപസ്സായിരുന്നു. അതായത് മഞ്ഞുകാലത്ത് ഹിമാലയത്തിൽ ആ മഞ്ഞുവെള്ളം, അത്രയും മഞ്ഞുള്ള വെള്ളത്തിൽ ഇങ്ങനെ കഴുത്തിൻ്റെ അറ്റം വരെ ഇങ്ങനെ നിൽക്കുകയും അതും മാസങ്ങൾ അങ്ങനെ നിൽക്കും. വേനൽക്കാലത്താണെങ്കിൽ ചുറ്റും തീ കത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊക്കെ മനുഷ്യർക്കാവോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, എല്ലാം തൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മനസ്സിനെ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹം എല്ലാത്തിനോടും ഒരു നോ പറയാണ്, ഇത് വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ഉയർന്ന രുചി അതിലേക്ക് അദ്ദേഹം ഒരിക്കലും തൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുവന്നില്ല. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വിഷയാവിനി വർത്തന്തേ നിരാഹസ്യദേഹിന രസവർജം രസോപ്യസ്യ ഫലം ദൃഷ്ടാ നിവർത്തത എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉയർന്ന രുചിയിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ആ ഒരു അവബോധം, ആ ഒരു ഉയർന്ന രുചി അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഉയർന്ന രുചി അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ നിന്ന് ഒരിക്കലും നമുക്ക് പിന്തിരിയാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഭഗവാനിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തിരിച്ച് ആ കൃഷ്ണാബോധത്തിൽ പുരോഗതി നേടിയിട്ട് ആ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഭഗവാന്റെ നാമം അതിൻ്റെയൊക്കെ ആ ഒരു രുചി അറിയുമ്പോൾ മാത്രമാണ് ശരിക്കും ഈ നിയന്ത്രണങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമാണ് നമുക്ക് എപ്പോഴും ആ ഒരു ഉയർന്ന രുചി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് വിശ്വാമിത്ര മഹർഷി അദ്ദേഹം എല്ലാത്തിനും തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഉയർന്ന രുചി എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തൻ്റെ ആ ഒരു പദവിക്ക് ഭീഷണിയാകും എന്ന് ദേവേന്ദ്രന് തോന്നും. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്യും, അദ്ദേഹം ആ അപ്സരസിനെ അയക്കുകയാണ്, മേരകേനെ. അപ്പോൾ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി ധ്യാനത്തിലിരിക്കുമ്പോൾ ഈ അപ്സരസിൻ്റെ ആ പാദസ്വരത്തിൻ്റെ ആ ശബ്ദം കേട്ട് അദ്ദേഹം കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ആ അപ്സരസിനെ കണ്ടപ്പോൾ ആ ഒരു സൗന്ദര്യത്തിൽ അദ്ദേഹം മതിമകന്ന് നിന്നുപോയി. അപ്പോൾ ഇത്രയും കൊല്ലം ഇത്രയും നാളുകൾ ചെയ്ത ആ തപസ് ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ എല്ലാം പോയി. അങ്ങനെ ആ ഒരു തലത്തിൽ നിന്ന് അദ്ദേഹം അധപ്പതിക്കുകയാണ് ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു മനോനിയന്ത്രണം ഇല്ലാതിരുന്നില്ല എന്നല്ല, അദ്ദേഹം വളരെ സിൻസിയറായിട്ടാണ് എല്ലാം ചെയ്തത്, തപസ്സൊക്കെ ചെയ്തത്. പക്ഷേ എന്തുണ്ടായി, നമുക്ക് ഒരിക്കലും ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് പറ്റില്ല. അതാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ആ ഒരു ഉയർന്ന രുചിക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ സ്വാഭാവികമായും നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ഹരിദാസ് ഠാക്കൂറിൻ്റെ കഥ നോക്കാം. ഹരിദാസ് ഠാക്കൂർ എന്തായിരുന്നു? ഹരിദാസ് ഠാക്കൂർ വീട് വിട്ട് ഇറങ്ങിയിട്ട് ബെനപ്പോളയിൽ ഒരു സ്ഥലത്ത് ഒരു കാടിൻ്റെ ഉള്ളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കുടിലൊക്കെ കെട്ടി ഒരു തുളസി ചെടിയൊക്കെ നട്ട് അവിടെ എന്നും 3 ലക്ഷം തവണ അദ്ദേഹം ഓരോ ദിവസവും ഭഗവാന്റെ ആ നാമം ജപിക്കുമായിരുന്നു, രാവും പകലും ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് അദ്ദേഹം പുറത്തു പോയിട്ട് ശരീരത്തിന് ആവശ്യമായത് മാത്രമേ കഴിക്കുള്ളൂ. പുറത്തു പോയി ബ്രാഹ്മണരുടെ വീട്ടിലൊക്കെ പോയിട്ട് യാചിച്ചായിരുന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ അയൽവാസികളെല്ലാം അദ്ദേഹത്തെ ആരാധിക്കുകയായിരുന്നു. കാരണം അത്രയും ആത്മീയമായിട്ട് അത്രയും ശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ജില്ലയിലെ ആ ഒരു ഭരണാധികാരി രാമചന്ദ്രകാൻ, അദ്ദേഹത്തിന് ഭയങ്കര അസൂയായിരുന്നു ഈ ഭഗവാന്റെ ഈ ഭക്തന്മാരോടൊക്കെ. അപ്പം അദ്ദേഹം ഒരു വലിയ നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ ഈ ഹരിദാസ് ഠാക്കൂറിന് ഈ ആളുകൾ ബഹുമാനം കൊടുക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അസൂയയായി. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്യും, ഹരിദാസ് ഠാക്കൂറിനെ അപമാനിക്കാൻ വേണ്ടി ഓരോ പദ്ധതികൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഹരിദാസ് ഠാക്കൂറിൻ്റെ സ്വഭാവത്തിൽ ഒരു തെറ്റും കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അങ്ങനെ അവസാനം ആ പ്രദേശത്തെ വേശ്യയായ സ്ത്രീകളൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കാട്ടിൽ ഹരിദാസ് ഠാക്കൂർ എന്നൊരു ഭക്തനുണ്ട്, അദ്ദേഹത്തെ ഈ നാമജപത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ വ്യതിചലിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു വഴി കണ്ടെത്തണം. അങ്ങനെ അദ്ദേഹം അതിൽ നിന്നൊരു സുന്ദരിയായൊരു പെൺകുട്ടീനെ വന്ന് പറയാണ്. ഒരു പെൺകുട്ടി അദ്ദേഹത്തിനോട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ഹരിദാസ് ഠാക്കൂറിൻ്റെ മനസ്സ് ആകർഷിക്കും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞു. രാമചന്ദ്രകാൻ പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ എൻ്റെ ഭടന്മാരെയൊക്കെ നിൻ്റെ കൂടെ അയക്കാം.
അപ്പോൾ അവർക്കത് കാണുമ്പോൾ ഹരിദാസ് ഠാക്കൂർ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ രണ്ടുപേരും എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പോൾ ആ സ്ത്രീ പറയും, ആദ്യം എനിക്ക് അദ്ദേഹവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അനുവദിക്കൂ, പിന്നെ രണ്ടാമത്തെ തവണ നിങ്ങൾ നിങ്ങളുടെ ഭടന്മാരെയും കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. അപ്പം അങ്ങനെ ആദ്യത്തെ രാത്രി ആ വേശ്യസ്ത്രീ ഭയങ്കര നല്ല ഭംഗിയുള്ള ആകർഷകമായ വസ്ത്രങ്ങളും ഇതൊക്കെ ധരിച്ച് വളരെ സന്തോഷത്തോടെ ഹരിദാസ് ഠാക്കൂറിൻ്റെ ആ കുടിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവൾ ആ കുമ്പിട്ട ആ തുളസി ചെടീനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഹരിദാസ് ഠാക്കൂറിൻ്റെ കുടിലേക്ക് പോയിട്ട് ഹരിദാസ് ഠാക്കൂറിന് പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്, ഈ വാതിലിരിക്കുകയാണ് അങ്ങനെ തുറന്നു കാട്ടി. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ പ്രിയപ്പെട്ട ഹരിദാസ് ഠാക്കൂറെ, നിങ്ങൾ വളരെ മഹാനായൊരു ഭക്തനാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ മനോഹരമുള്ള ആ ഒരു ശരീരമൊക്കെ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ അധികം വയസ്സൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് നിങ്ങളെ കണ്ടതിന് ശേഷം നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാണ് അവിടെ ഇരുന്നിട്ട് ആ സ്ത്രീ. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, ഞാൻ നിന്നെ തീർച്ചയായിട്ടും സ്വീകരിക്കാം, പക്ഷേ ഞാനിപ്പോൾ നാമം ജപിക്കുകയാണ്, അപ്പോൾ ഈ നാമം ജപിച്ച് കഴിയണ വരെ നീ കാത്തിരിക്കണം എന്ന് പറയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ അവിടെ ഇരുന്ന് ഇങ്ങനെ നാമം ജപിച്ചത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രഭാതം ആവണ വരെ അദ്ദേഹം ഇങ്ങനെ കാലത്ത് വരെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്താവുമ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് പോവും. അപ്പോൾ രാമചന്ദ്രകാന്തിൻ്റെ അടുത്തേക്ക് പോവും. അപ്പോൾ പറയും, ഇന്ന് അദ്ദേഹം ഹരിദാസ് ഠാക്കൂർ എൻ്റെ അടുത്ത് വരും, നാളെ തീർച്ചയായിട്ടും എനിക്ക് എല്ലാം ശരിയാവും എന്ന് പറയാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ആ വേശ്യ ഹരിദാസ് ഠാക്കൂറിൻ്റെ കുടിലേക്ക് തിരിച്ചു പോകുകയാണ്. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ നിന്നെ നിരാശയാക്കി, ദയവായിട്ട് എന്നോട് ക്ഷമിക്കൂ, ഇന്ന് ഞാൻ തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം സാധിച്ചു തരാം, എൻ്റെ ഈ ജപം പൂർത്തിയാക്കുന്നത് വരെ നീ ഇവിടെ ഇരുന്ന് ആ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ, അത് കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന് പറയാണ്. അപ്പം അങ്ങനെ വീണ്ടും ആ തുളസി ചെടീന് ഹരിദാസ് ഠാക്കൂറിനെ നമസ്കരിച്ച ശേഷം വീണ്ടും ആ സ്ത്രീ അവിടെ വാതിക്കലിരിക്കുകയാണ്. അങ്ങനെ ഹരിദാസ് ഠാക്കൂർ ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് കേട്ട് ആ സ്ത്രീയും അങ്ങനെ പറയാണ്, എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്ന് ജപിക്കുകയാണ്. അപ്പോൾ രാത്രി അവസാനിച്ചപ്പോൾ ആ സ്ത്രീ ഭയങ്കര അസ്വസ്ഥതയായി. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, ഈ മാസം ഞാൻ ഭഗവാന്റെ 1 കോടി നാമം ജപിക്കാം എന്ന് നേർച്ച നേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസം അവസാനിക്കുകയാണ്, ഇന്ന് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ രാത്രി മുഴുവൻ ഞാൻ മന്ത്രം ജപിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു, പക്ഷേ ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല. നാളെ ഞാൻ തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാം എന്ന് പറയാണ്. അപ്പോൾ മൂന്നാമത്തെ രാത്രി അങ്ങനെ ആ സ്ത്രീ എന്നിട്ട് രാമചന്ദ്രകാന്തിൻ്റെ അടുത്ത് പോയിട്ട് പറയും എന്തൊക്കെയാണ് സംഭവിച്ചത്. എന്നിട്ട് അടുത്ത രാത്രി വീണ്ടും നേരത്തെ പോവും ഹരിദാസ് ഠാക്കൂറിൻ്റെ അടുത്തേക്ക്. വീണ്ടും തുളസി ചെടിക്കും ഹരിദാസ് ഠാക്കൂറിന് പ്രണാമം അർപ്പിച്ച് വാതിക്കലിരിക്കും. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ ജപിക്കുന്നത് കേൾക്കുമ്പോൾ ഈ സ്ത്രീയും ജപിക്കും. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ പറയും, ഈ മാസം എൻ്റെ ആ ഭഗവാന്റെ 1 കോടി നാമം ജപിക്കാമെന്നത് വെച്ച് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, എങ്കിൽ ഞാൻ അത് കഴിയുമ്പോൾ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഉറപ്പായിട്ട് നിറവേറ്റി തരാമെന്ന് പറയുകയാണ്. അപ്പോൾ രാവിലെ ആയപ്പോഴും ഹരിദാസ് ഠാക്കൂർ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഭക്തൻ്റെ അത്രയും നല്ല ശുദ്ധഭക്തനായ ഹരിദാസ് ഠാക്കൂറിൻ്റെ ആ ഒരു സത്സംഗം കാരണം ആ സ്ത്രീയുടെ മനസ്സ് മാറുകയാണ്. പിന്നെ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് പറയും, രാമചന്ദ്രകാൻ എന്നെ അയച്ചതാണ്, ഞാൻ ഇങ്ങനെ ഒരു വേശ്യയുടെ തൊഴിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റായിട്ടുള്ള പാപപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, എന്നെ ഈ അധപ്പതിച്ച ആത്മാവായി എന്നെ മോചിപ്പിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, രാമചന്ദ്രകാൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചൊക്കെ എനിക്കറിയാം, അദ്ദേഹം ഒരു വിഡ്ഢി മാത്രമാണ്, അതിനാൽ അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ എന്നെ അസന്തുഷ്ടനാക്കുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഈ സ്ഥലത്തുനിന്ന് വിടുമായിരുന്നു, പക്ഷേ നീ വന്നതിനാൽ ഞാൻ ഇവിടെ തന്നെ താമസിച്ചു. യേശുവപ്പോൾ പറയും, എനിക്ക് അങ്ങേ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിക്കാനായിട്ട് താല്പര്യമുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള ഈ ഒരു ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുക, എനിക്കെല്ലാം പഠിപ്പിച്ചു തരിക എന്നൊക്കെ പറയാം. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പറയും, ആദ്യം തന്നെ നീ ഉടൻ വീട്ടിൽ പോയിട്ട് കൈവശമുള്ള സ്വത്തുക്കളൊക്കെ ബ്രാഹ്മണർക്ക് വിതരണം ചെയ്യുക, എന്നിട്ട് തിരിച്ച് ഈ കുടിലിൽ വന്ന് കൃഷ്ണാബോധത്തിൽ ഇവിടെ താമസിക്കുക. അങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ജപിക്കുക, ഈ തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ വളരെ വേഗം ആ ഭഗവാന്റെ പത്മപാദങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ വേശ്യയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം ഹരിദാസ് ഠാക്കൂർ എഴുന്നേറ്റ് ആ സ്ഥലത്ത് നിന്ന് മഹാമന്ത്രം ജപിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ നിന്ന്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ പോയതിനു ശേഷം ആ സ്ത്രീ തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് കൈവശം ഉണ്ടായതൊക്കെ ബ്രാഹ്മണർക്ക് കൊടുത്ത് തല മുണ്ടനം ചെയ്ത് ഒരു തുണി മാത്രം തലയിൽ ധരിച്ച് ആ കുടിലിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ ആത്മീയ ഗുരുവിൻ്റെ കാൽപ്പാത പിന്തുടർന്ന് ദിവസവും 3 ലക്ഷം മന്ത്രം ജപിക്കാൻ തുടങ്ങി. രാവും പകലും മുഴുവൻ അങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു. പതിവായിട്ട് ആ തുളസി ചെടിയെ ആരാധിച്ചു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ദാനമായിട്ട് ലഭിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉപവസിക്കും. അങ്ങനെ ഭക്ഷണം കുറച്ചും ഉപവസിച്ചും ആ സ്ത്രീ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഭഗവാനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ ആ വേശ്യസ്ത്രീ ഒരു വളരെ വലിയൊരു ഭക്തയായിട്ട് മാറുകയാണ്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളരെ പുരോഗമിച്ച് നിരവധി മഹാഭക്തർ ആ സ്ത്രീയെ സന്ദർശിക്കുമായിരുന്നു. അവളുടെ സ്വഭാവം കണ്ടിട്ട് ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ട് നിന്നുപോയി. എല്ലാവരും ഹരിദാസ് ഠാക്കൂറിൻ്റെ സ്വാധീനത്തെ പ്രശംസിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആ വിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാണ് പറയേണ്ടത്. ഭഗവാനും ഭഗവാന്റെ നാമവും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. എത്രയധികം പാപം ചെയ്ത ആളായാലും ഭഗവാന്റെ ആ നാമത്തിൻ്റെ ആ ആത്മാർത്ഥമായിട്ടുള്ള ജപത്തിലൂടെ ആത്മീയമായിട്ടുള്ള വിശുദ്ധി കൈവരിക്കാനായിട്ടും ആത്മീയ ജീവിതത്തിൽ പുരോഗമിക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ആ വേശ്യസ്ത്രീക്ക് ആ നാമം കേൾക്കാനും അവളുടെ ജീവിതം പരിവർത്തനം ചെയ്യാനും ആ അവസരം നൽകിയ ഹരിദാസ് ഠാക്കൂറിൻ്റെ കാരുണ്യവും ക്ഷമയുമാണ് പിന്നെ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വളരെയധികം ത്യാഗത്തോടെയും ഭക്തിയോടെയും കൂടി നിർവഹിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഭക്തിയിലേക്ക് വരാനായിട്ട് സാധ്യമായത്. അപ്പോൾ ഭക്തരുടെ കൃപയും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ അത്രയും വലിയ ത്യാഗവും അതിനു വേണ്ടിയിട്ടുള്ള സമർപ്പണവും പ്രവർത്തനങ്ങളും ഭഗവത് സേവനങ്ങളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വീണു പോയിട്ടുള്ള പതിതാത്മാക്കളെ, എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആത്മാക്കളെ പോലും ഭഗവാന്റെ നാമം രക്ഷിക്കും. അങ്ങനെയുള്ള ഭക്തരുടെ സഹവാസം അവരെ രക്ഷിക്കും. ഭഗവാന്റെ ആ പുണ്യനാമം ഒരിക്കൽ കേട്ടാൽ പോലും ഒരു ജീവാത്മാവ് എല്ലാവിധ പ്രതിഫലനങ്ങളിൽ നിന്നും മുക്തനാകും എന്നാണ് പറയുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു ആത്മാവ് ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കും, ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിശുദ്ധ നാമത്തിൻ്റെ ആ ശക്തിയെയും അതുപോലെ തന്നെ ഒരു ഭക്തൻ്റെ കാരുണ്യത്തെയും ഭഗവാന്റെ കാരുണ്യത്തെയും ഒക്കെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധ ഭക്തനായിട്ട് സഹവസിക്കുന്നതിലൂടെ കൃഷ്ണാബോധത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ നമുക്ക് പുരോഗമിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ശുദ്ധ ഭക്തരുടെ സഹവാസത്തിൻ്റെ ആ ഒരു അത്രയും പ്രാധാന്യമാണ് അത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മൾ ആദ്യം വിശ്വാമിത്രൻ്റെ കഥ കേട്ടു. വിശ്വാമിത്രൻ്റെ കഥയിൽ അദ്ദേഹം എല്ലാം വേണ്ട എന്ന് വിചാരിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് നോക്കിയത്. ഹരിദാസ് ഠാക്കൂറിയാണെങ്കിലോ ആ ഒരു ഉയർന്ന രുചി എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മഹർഷി അവിടെ നിന്ന് ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ ആ ഒരു മേനകയെ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം അത്ര നാൾ ചെയ്ത തപസ്സുകളുടെയും ഒക്കെ ആ ഒരു ഫലം ഇല്ലാതായി അവിടെ നിന്ന് ആ താഴത്തേക്ക് വീഴാണ്. എന്നാൽ ഹരിദാസ് ഠാക്കൂർ ആവട്ടെ അദ്ദേഹം ആ ഒരു ഉയർന്ന രുചിയിലേക്ക് ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ നിന്ന് ഒരു അധപ്പതനം ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും.
ഇപ്പോൾ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വേണം നമ്മൾ എപ്പോഴും ജീവിതം എൻഗേജ് ചെയ്യിക്കാനായിട്ട്. ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അപ്പോൾ അതൊക്കെ ആവുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഉയർന്ന രുചിയിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ ആ ഒരു ചെറിയ സുഖങ്ങളൊക്കെ മനസ്സിലാക്കിയ, ആ ഒരു ചെറിയ താഴ്ന്ന തരത്തിലുള്ള സുഖങ്ങളും അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഉയർന്ന രുചി എന്താണ്, ഉയർന്ന ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ആവശ്യമില്ലാത്ത താഴ്ന്ന തരത്തിലുള്ള ആഗ്രഹങ്ങളോട്, ഈ ഭൗതിക ആഗ്രഹങ്ങളോടൊന്നും ഒരാസക്തിയും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്തിയിലൂടെ മാത്രമാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ 6-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഏറ്റവും വലിയ രോഗി ആരാണ്? ഒരു ഭക്തനാണ്. ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്ന ഒരു ഭക്തനാണ് ഏറ്റവും വലിയ യോഗി എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഭക്തിയില്ലാതെ നമുക്കൊരിക്കലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെ ധ്യാനങ്ങൾ ചെയ്താലും കാര്യങ്ങൾ ചെയ്താലും നമുക്ക് സാധിക്കില്ല. ഭക്തിയിൽ മാത്രമാണ് അത് സാധിക്കുക. ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതുക്കെ നമുക്ക് താനേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ ഒരു നിയന്ത്രണത്തിലേക്ക് വരും, നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ. അപ്പം അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ.